ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലെ യുവജനങ്ങളുടെ സുഹൃത്തായിരുന്ന ഒരു പാകിസ്ഥാനി ചെറുപ്പക്കാരനെ അവർ എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഈ ചെറുപ്പക്കാരന് ബൈബിളിനെ കുറിച്ച് അനേകം ചോദ്യങ്ങളുണ്ട്. പാസ്റ്റർ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അരികിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ അനേക സമയങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തു. അവൻ ഒരു ദൈവവൈതലായിട്ട് തീർന്നു. അത് കഴിഞ്ഞ് അവൻ്റെ സ്നാനപ്പെടുത്തുവാനും അത് കഴിഞ്ഞ് അവൻ്റെ വിവാഹം നടത്തി കൊടുക്കാനും ഒക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേര് സെയ്ബ് എന്നാണ്. ആ സെയ്ബിൻ്റെ വായിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ പ്രസ്താവന കേട്ടത്. ഒരു ദിവസം സെയ്ബ് എന്നോട് ചോദിച്ചു, പാസ്റ്റർക്കറിയാമോ 5 സുവിശേഷങ്ങളുണ്ടെന്ന് പാസ്റ്റർക്കറിയാമോ? അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന അതിന് മുമ്പ് കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് സെയ്ബ് ഉദ്ദേശിച്ചത്? അപ്പോൾ സെയ്ബ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, there are 5 Gospels, Matthew, Mark, Luke, John and you. Most of the people never read the first 4 Gospels, but every day somebody is reading you. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വാചകമാണ്. പക്ഷേ പി സി ജേക്കബ് ഈ വിഷയത്തോട് അനുബന്ധിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ പ്രസ്താവന ഓടി വന്നു. അത് കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത് ദിസ് വാസ് നോട്ട് ആൻ ഒറിജിനൽ വിത്ത് സെയ്ബ്. ഇംഗ്ലീഷുകാരനായ ജിപ്സി സ്മിത്ത് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് കൂടെ ഈ പ്രസ്താവന പറയാറുണ്ടായിരുന്നത്. നിങ്ങൾ ആ പവർ പോയിന്റിൽ നോക്കിയാൽ ജിപ്സി സ്മിത്തിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അദ്ദേഹം തൻ്റെ യോഗങ്ങളിലൊക്കെയും ആവർത്തിച്ച് പറഞ്ഞിരുന്നതായ ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവന. അപ്പോൾ ഇന്ന് നമ്മുടെ മിഷൻ വാരൻസ് എ ഹോളി ലൈഫ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലുക്ക് ഇൻ ടു വാട്ട് ഈസ് അവർ മിഷൻ. വിത്ത് മീ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വേണം വായിക്കുന്നത്, so that you may proclaim the praises of the one who called you out of darkness into his marvelous light. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ മിഷൻ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി പ്രകാശിക്കുക എന്നുള്ളത് ആണെന്ന് വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മളാണ് ഇങ്ങനെ വായിക്കുന്നത്, ചിൽഡ്രൻ ഓഫ് ഗാഡ് വിത്തൗട്ട് ഫോൾട്ട് in the midst of a crooked and perverse generation, among whom you shine as lights in the world. വക്രതയും കോട്ടയുമുള്ള ഒരു തലമുറയുടെ നടുവിൽ നിങ്ങൾ അരണ്യരും പരമാർത്ഥികളുമായിട്ട് ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മിഷൻ എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് നമ്മിൽ തന്നെ പ്രകാശമുള്ളവരല്ല. ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അന്ധകാരത്തിൽ നിന്നും വിളിക്കപ്പെട്ടവരായിരുന്നു എന്നാണ്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമേ ഉള്ളായിരുന്നു. ദർ വാസ് ഡാർക്ക്നെസ് ഇൻ അസ്. ലൂക്കോസിൻ്റെ സുവിശേഷവും അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശം നമ്മുടെ സ്വന്തമല്ല. ആ പ്രകാശം നമ്മളെ കടന്നു വരുവാൻ തക്കോണം മുഖാന്തരമായി തീർന്ന ഒരു ഫൗണ്ടേഷണൽ പ്രോസസ്സ് ഉണ്ട്. ദാറ്റ് വാസ് റിമൂവിങ് ദ ഡാർക്ക്നെസ് ഫ്രം അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്ധകാരത്തെ ദൈവം മാറ്റിത്തന്നു. ആ അന്ധകാരത്തെ ദൈവം മാറ്റി തന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ പ്രകാശം പരക്കുവാൻ ഇടയായി തീർന്നത്. നമ്മളുടെ മറ്റുള്ളവരിലേക്കും സുവിശേഷം പരക്കുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ നമ്മൾ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും? ദൈവത്തിൻ്റെ വചനത്തിൽ there is no compromise. We need purity in life and in doctrine. 2 കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത്. One is purity of doctrine and second is purity of life. ഞാൻ ഈ കോവിഡ് കാലത്ത് എല്ലാ വർഷവും കഴിയുമെങ്കിൽ വേദപുസ്തകം ഒരു പ്രാവശ്യം കൂടെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പുതിയ നിയമം വായിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുതിയ നിയമത്തിലെ എല്ലാ ലേഖനങ്ങളിലും, മേ ബി എക്സെപ്റ്റ് ഇൻ ജെയിംസ്, സെക്ഷൽ ഇമ്മൊറാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുവാൻ തക്കണം ഇടയായിട്ട് തന്നെ വളരെ സർപ്രൈസ് ആക്കി. In all the books of Apostle Paul, in the books of Apostle Peter, even in the little book of Apostle Jude, it talks about sexual immorality. അപ്പം ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പുതിയ മതം ഇത്രയും എന്തായി ആവർത്തിച്ച് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള കാര്യം എന്താ?
കാരണം അവർ വന്ന ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം അവർ വന്നത് ജാതികളിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവായപ്പോഴും ജാതികളിൽ നിന്ന് ധാരാളം ആളുകൾ ക്രൈസ്തവ സഭയിലേക്ക് വന്നു. മജോറിറ്റി ജാതികളിൽ നിന്ന് വന്നവരായിട്ട് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവർ വന്നതായിട്ടുള്ള ആ സൊസൈറ്റി, റോമൻ സൊസൈറ്റി വാസ് സെക്ഷുവലി പ്രൊമിസ്ക്വസ് സൊസൈറ്റി, സെക്ഷുവലി ഫ്രീ സൊസൈറ്റി. ഇന്ന് അമേരിക്കയിൽ കേൾക്കുന്ന സകല വാദഗതികളും ആദ്യമായിട്ട് അമേരിക്കക്കാർ കണ്ടുപിടിച്ചതല്ല, അമേരിക്കയിലുള്ള ചെറുപ്പക്കാർ കണ്ടുപിടിച്ചതല്ല, റോമാ സാമ്രാജ്യത്തിൽ ഇത് മുഴുവൻ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിന്നാണ്, ആ അന്ധകാരത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ഈ കൂട്ടം സഭകളിലേക്ക് കടന്നു വന്ന് വിശ്വാസികളായിട്ട് മാറിയത്. അതുകൊണ്ട് അവരോട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് ഒരു പുതിയ നിയമ എഴുത്തുകാർക്ക് ആവശ്യമായിട്ട് തീർന്നു. അപ്പോൾ ഹോളിനെസ് എന്ന് പറയുന്നതായിട്ടുള്ള വിഷയം, it's not automatic. If anybody think it is an automatic process, you address it one time and it is over, that concept is wrong. That's something that you have to work on again and again. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ കണ്ടംപററി അമേരിക്ക നമ്മൾ നോക്കിയാൽ, go to the next slide please. കണ്ടംപററി അമേരിക്ക നമ്മൾ നോക്കിയാൽ നമുക്കറിയാമല്ലോ, കൾച്ചർ ഈസ് ബിക്കമിങ് not only sexually promiscuous, not only liberal, but it's also becoming antagonistic to Christianity. ക്രിസ്തീയ സഭയ്ക്ക് എതിരായിട്ട് അമേരിക്കൻ സമൂഹം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആരോ എനിക്കൊരു കൊച്ചു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. ആ വീഡിയോ ക്ലിപ്പിനകത്ത് 4-5 ചെറുപ്പക്കാർ നിന്നുകൊണ്ട് ഒരു ബൈബിൾ ഇട്ടത് തൊഴിക്കുകയാണ്. ഫുട്ബോൾ പാസ് ചെയ്യുന്ന പോലെ ബൈബിൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയാണ്. അതിൻ്റെ കവറെല്ലാം പോയി, ബാക്കി അകത്തെ പേജുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും അവരിട്ടിങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ആരോ ചെന്ന് പറഞ്ഞു, you should not hate Bible, that's a holy book എന്ന് പറഞ്ഞ ഉടനെ അവർ പറഞ്ഞു, ആ ചെറുപ്പക്കാർ പറഞ്ഞ മറുപടി എന്ന് അറിയാമോ? You are the hate group in America. ബൈബിളിൽ വിശ്വസിക്കുന്ന, ബൈബിളിനെ ഇന്നും ഫോളോ ചെയ്യുന്ന, ബൈബിളിനെ ഇന്നും വിശുദ്ധ ഗ്രന്ഥമായിട്ട് കൊണ്ടു നടക്കുന്ന നിങ്ങളാണ് ഏറ്റവും വലിയ ഹെയ്റ്റ് ഗ്രൂപ്പ്. നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളെ കാണണ്ട എന്നാണ് ആ ചെറുപ്പക്കാർ പറഞ്ഞത്. അവിടെയാണ് ഇന്ന് അമേരിക്ക വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ളൊരു കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്? ഒരു കാര്യം കൂടെ എൻ്റെ പെട്ടെന്ന് ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കൻ കോർപ്പറേഷൻസ് ആർ ടേക്കിംഗ് സൈഡ്സ് ഇൻ കൾച്ചർ വാഴ്സ്. അമേരിക്കയിൽ ഒരുപാട് കൾച്ചർ വാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും നാൾ കോർപ്പറേഷൻസ് എല്ലാം സ്റ്റേറ്റ് ന്യൂട്രൽ. അവർ പറയും, ഇതൊക്കെ നിങ്ങളെന്തോ വേണേൽ വാദിക്കുകയോ പ്രതിവാദിക്കുകയോ എന്തെങ്കിലും ചെയ്തു, ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾ ബിസിനസ് മാത്രം സജ്ജീകരിച്ചോളാം. എന്നാൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, സമീപ സമയത്തുണ്ടാകുന്ന സകല കൾച്ചർ വാറുകളിലും അമേരിക്കൻ കോർപ്പറേഷൻസ് ആർ ടേക്കിംഗ് സൈഡ്സ്, ബാങ്ക്സ് ആർ ടേക്കിംഗ് സൈഡ്സ്, അമേരിക്കൻ എക്സ്പ്രസ് ഈസ് ടേക്കിംഗ് സൈഡ്സ്. അപ്പോൾ എവറിത്തിങ് ഈസ് സ്ലാൻറ്റഡ് എഗൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി ഇൻ അമേരിക്ക ടുഡേ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹൗ ഡു വി റെസ്പോണ്ട്? എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ നടുവിൽ കർത്താവിനെ പ്രകാശിപ്പിച്ച് കാണിക്കാൻ തക്കവണ്ണം ഒക്കുന്നത്? Well, you can see a picture of a man on that slide. His name is Dr. Timothy Keller. ന്യൂയോർക്കിലുള്ള റിഡീമർ പ്രസ്ബിറ്റേറിയൻ ചർച്ച് എന്ന് പറയുന്ന ചർച്ചിൻ്റെ പാസ്റ്ററാണ് അദ്ദേഹം. അതൊരു മെഗാ ചർച്ചാണ്. അദ്ദേഹം അതിന് മുമ്പേ ഐ ബിലീവ് വെസ്റ്റ്മിനിസ്റ്റർ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ തലമുറയിൽ ഏറ്റവും ചിന്തിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളാണ് ഡോക്ടർ തിമോത്തി കെല്ലർ. അപ്പോൾ അദ്ദേഹം ഇതേ വിഷയത്തെക്കുറിച്ച് അടുത്ത സമയത്ത് എഴുതിയൊരു ലേഖനം വായിക്കാൻ എനിക്കിടയായിട്ട് തീർന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഈ പവർ പോയിന്റിലിട്ട് കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ ഞാൻ വളരെ വേഗത്തിൽ പറയാം. ഒന്ന്, ദ ഇൻകൺസിസ്റ്റന്റ് ലൈഫ്സ് ഓഫ് ക്രിസ്ത്യൻസ് ഹാവ് ഹാംഡ് ചർച്ചസ് ക്രെഡിബിലിറ്റി. സഭയുടെ സാക്ഷ്യത്തെ, സഭയുടെ മൂല്യത്തെ ലോകത്തിൻ്റെ മുമ്പാകെ നശിപ്പിച്ചത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീവിതമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, അവർ നെയ്ബേഴ്സ് ആർ ചേഞ്ചിങ് but learn to love your neighbor irrespective of who he or she is. ഞാനൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. we are living this reality. 3, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും never hide that you are a believer. ഒരിക്കൽ പോലും നീ ഒരു വിശ്വാസിയാണെന്നുള്ളത് നിൻ്റെ അയൽപക്കക്കാരിൽ നിന്നോ, നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ, നിൻ്റെ കൂടെ പഠിക്കുന്നവരിൽ നിന്നോ മറച്ചു വയ്ക്കാൻ പാടില്ല. let them know you are still a Christian. 4ാമത് അദ്ദേഹം പറഞ്ഞത്, ലെറ്റ് ദ ഗോസ്പൽ ഡു ദ ഒഫൻഡിങ്, യു ഡോണ്ട് ഒഫൻഡ് പീപ്പിൾ. ഇവിടെയാണ് മലയാളികളായ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. വി ആർ സ്പെഷ്യലിസ്റ്റ് ഇൻ ഒഫൻഡിങ് പീപ്പിൾ.
നമ്മുടെ വായിൽ നിന്ന് ആദ്യമേ ക്രിറ്റിക്കലായിട്ടുള്ള വാക്കുകളാണ് വരാറുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, നമുക്ക് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ പാടുപെടുകയാണ് നമ്മൾ ഈ രാജ്യത്ത്. നമ്മുടെ കൊച്ചു സമൂഹത്തെ നമ്മൾ ഒതുങ്ങേണ്ടി വരികയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നൊരു പാഠം, ലെറ്റ് ദ ഗോസ്പൽ ഡു ദ ഒഫെൻഡിങ്, ബിക്കോസ് ഗോസ്പൽ ഈസ് ആൻ ഒഫെൻസ്. ബൈബിൾ മേക്ക് ദാറ്റ് വെരി ക്ലിയർ. സോ ലെറ്റ് ദ ഗോസ്പൽ ഡു ദ ഒഫെൻഡിങ്. യു ലവ് ദം ആൻഡ് ഷെയർ ദ ഗോസ്പൽ ആൻഡ് ലെറ്റ് ദ ഗോസ്പൽ കൺവിക്ട് ദം. ഒടുവിലായിട്ട് താൻ പറഞ്ഞ് എന്നെ വളരെ ശ്രദ്ധയിൽപ്പെടുത്തി, എനിക്ക് തന്നേക്കുന്ന വിഷയത്തോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, എക്സ്പെക്ട് പെർസിക്യൂഷൻ ഇൻ യുവർ ജനറേഷൻ. ജീസസ് പ്രോമിസ്ഡ് ഇറ്റ്. അമേരിക്കയിൽ വന്നാലെല്ലാം നേരെയായി എന്ന് കരുതിയ നമ്മൾ അമേരിക്ക എത്ര വേഗത്തിൽ ആൻറ്റി ക്രിസ്ത്യൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ട് ഭാരപ്പെടുകയാണ്. ഞാനിന്ന് വലിയപ്പച്ചനായി. എൻ്റെ കൊച്ചുമക്കളെ ഓർക്കുമ്പോൾ ഞാൻ എന്നും ഭാരപ്പെടാറുണ്ട്, എന്നും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, അവർന്ന് വളർന്നു വരുമ്പോൾ ഈ അമേരിക്ക എങ്ങനെയായിരിക്കും? ഇപ്പോഴേ ഇത്രയായെങ്കിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന അമേരിക്ക എങ്ങനെയുള്ളൊരു അമേരിക്കയായിരിക്കും? എങ്ങനെ അവർക്ക് യേശുവിന് വേണ്ടി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയും? അതുകൊണ്ട് ദൈവമേ, ഈ രാജ്യത്തെ സന്ദർശിക്കണമെന്ന് ദിവസവും ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ട്. അതൊരു ഹോളി ലൈഫ് ആവശ്യമാണ്. ഞാൻ ഇനി എൻ്റെ വിഷയത്തിലേക്ക് പെട്ടെന്ന് കിടക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. ഹോളിനെസ്സും മിഷൻ വർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് തന്നിരിക്കുന്ന വിഷയം അതാണല്ലോ, യുവർ മിഷൻ വാറൻസ് എ ഹോളി ലൈഫ്. ഹോളിനെസ്സും മിഷൻ വർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അടുത്ത സ്ലൈഡ് ഇവിടെ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഒരു പുസ്തകത്തിൻ്റെ ചിത്രമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതായിട്ടുള്ള ഒരു മിഷൻ ഹിസ്റ്ററി ബുക്കാണത്. അതിൻ്റെ പേര് ഫ്രം ജെറുസലേം ടു ഇറിയൻ ജായ എന്നാണ്. റൂത്ത് ടക്കർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കക്കാരി സ്ത്രീ എഴുതിയ ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൽ രസകരമായ ഒരു സംഭവം ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, അമേരിക്കയിലെ യങ് ഗ്രാജുവേറ്റ്സ് ഓഫ് തിയോളജിക്കൽ സെമിനാരീസ് മിഷൻ വർക്കിന് പോകാൻ തക്കണം തീരുമാനിച്ച കുറേ പേര് പോളിനേഷ്യയിലേക്ക് പോകാൻ തക്കണം. പോളിനേഷ്യൻ ഐലൻഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവിടുത്തെ കൾച്ചർ ഒരു ലൂസ് കൾച്ചറായിരുന്നു ക്രിസ്ത്യാനിസ് ആകുന്നതിന് മുമ്പ്. അവരെ ആദ്യം സ്വീകരിക്കാൻ വന്നത് അവിടുത്തെ ചെറുപ്പക്കാർ പെണ്ണുങ്ങളാണ്. അവരെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവർ ചെന്ന കപ്പൽ 19ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത്. ഈ അമേരിക്കൻ ഹെയ്ഡേ ഓഫ് അമേരിക്കൻ മിഷൻസ് നടന്ന സംഭവമാണ്. അപ്പം അവർ സഞ്ചരിച്ചെന്ന കപ്പലിന് ചുറ്റും മറയ്ക്കാത്ത ചെറുപ്പക്കാരായ പോളിനേഷ്യൻ ലേഡീസ് ആ കടലിലെടുത്തിയാടി കപ്പലിന് ചുറ്റും നൃത്തം ചെയ്യുക. എന്നിട്ട് ഇവർ ക്ഷണിക്കുക, വാ എടുത്തിയാട്, ഞങ്ങളുടെ കൂടെ എടുത്തിയാട്, ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് എടുത്തിയാടാൻ. നിങ്ങൾക്കറിയണോ, ഒരുപാട് ചെറുപ്പക്കാരെടുത്തിയാടി. ചെറുത്തിയാടിയിട്ട് ആ പോളിനേഷ്യൻ സ്ത്രീകളെ കല്യാണം കഴിച്ച് അതിനകത്ത് വീണുപോയി. അവിടെ സെറ്റിൽ ചെയ്തു. എന്നിട്ട് അവരെ അയച്ച മിഷൻ ഏജൻസീസിന് എഴുതി, വി കുഡ് നോട്ട് റെസിസ്റ്റ് വാട്ട് ദേ പ്രസൻറ്റഡ്, സോ ഐ yielded to it എന്ന് പറഞ്ഞ് അവരുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അവിടെ മിഷൻ വർക്കും അതോടെ തീർന്നു. സോ ഡസ് ഹോളിനെസ് ഹാവ് എ പാർട്ട് ഇൻ മിഷൻ വർക്ക്? യെസ് there is. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് യേശുവിനെ പേരും ചൊല്ലിക്കൊണ്ട് ചെല്ലുന്ന ഒരു വ്യക്തി നിങ്ങളാണെങ്കിൽ, നിങ്ങളിൽ യേശുവിനെ കാണാൻ ആ ഗ്രാമക്കാർക്ക് ഒരവകാശമുണ്ട്. Let me repeat that. When you are the first one carrying the name of Jesus to a community, people of that community have a right to see Jesus in you. അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം എന്താ അറിയാമോ, they have seen their own holy people. അവരുടെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വ്യക്താക്കളാണെന്ന് പറയുന്ന ആളുകളില്ല. അറിഞ്ഞിട്ടല്ല, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വ്യക്താക്കളെ അവർ കണ്ടിട്ടുണ്ട്, സാധുക്കളെ അവർ കണ്ടിട്ടുണ്ട്, സന്യാസിമാരെ അവർ കണ്ടിട്ടുണ്ട്, കാഷായ വസ്ത്രം ധരിച്ചവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനെന്ന് പറയുന്ന ആളിനെ കുറിച്ച് ചിത്രം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നാമവും പേറിക്കൊണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമത്തിലോട്ട് ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു മലയാളി മിഷനറിയെ അവരാദ്യമേ തൂക്കുന്നത്, അവർക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അബ്രഹാമിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ന്യായപ്രമാണത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, പൗലോസിൻ്റെ ലേഖനങ്ങൾ അറിഞ്ഞുകൂടാ. അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന നിന്നെയാണ്. അതുകൊണ്ട് അവർ നിന്നെ നോക്കും. അവർക്കറിയാവുന്ന ദൈവപുരുഷന്മാരെന്ന് പറയുന്നതൊന്നും ശ്രേഷ്ഠമായിട്ട് എന്തെങ്കിലും നിന്നിലുണ്ടോ എന്ന് അവർ നോക്കും. ബിക്കോസ് യു റെപ്രസെൻറ്റ് ജീസസ്, നോട്ട് എ ഡിനോമിനേഷൻ, നോട്ട് എ മിഷൻ ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് പൗലോസ് വളരെ ശക്തമായിട്ട് ഞാൻ മുകളിൽ പറഞ്ഞ വിഷയത്തെക്കുറിച്ച്, സെക്ഷൽ ഇമ്മോറാലിറ്റിയെക്കുറിച്ച് പുതിയ നിയമസഭയ്ക്ക് ശക്തമായിട്ട് എഴുതുവാൻ തക്കോണം മുഖാന്തരമായിട്ട് തീർന്നത്. സമയം വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് ജനറാലിറ്റീസ് പറഞ്ഞ് നിർത്താനൊക്കത്തില്ലല്ലോ. എനിക്ക് അന്ന് കുറിവാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ
6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി സംസാരിക്കണം എന്നാണ്, തിരുവചന ഭാഗത്ത് നിന്ന് സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ വിട്ടുകളഞ്ഞിട്ട് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് 1-2 ദൈവിക ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഈ വാക്യങ്ങൾ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പാസ്റ്റർ പി സി ജേക്കബ് ഈ വാക്യങ്ങൾ എനിക്ക് തന്നപ്പോൾ ഞാൻ എടുത്ത് വായിച്ചപ്പോൾ ഈ 10, 11, 12 വാക്യങ്ങളിൽ ഒരു പുതിയ തോട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് പെട്ടെന്ന് പങ്കിട്ടിട്ടിരിക്കാം. ദർ ആർ 2 അക്കൗണ്ട്സ് ഓഫ് പെർസിക്യൂഷൻ. 2 കൂട്ടരെക്കുറിച്ച് പറയുകയാണ്. പെർസിക്യൂഷൻ അഭിമുഖിക്കാൻ പോകുന്ന 2 കൂട്ടരെക്കുറിച്ച് പറയുകയാണ്. 2 groups of people going through 2 different types of persecution and they're going to get 2 different kinds of reward. ഇതാണ് ഈ 3 വാക്യങ്ങളുടെ വിഷയം. വിശദമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. 10ാമത്തെ വാക്യം പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിൽ ബി പെർസിക്യൂട്ടഡ് ഫോർ റൈറ്റ്യസ്നെസ് സേക്ക്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും നീതി എന്നുള്ള വാക്ക്, മലയാളം വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ അത് നമുക്ക് പല വാക്കുകൾ അതിനോട് ഉപയോഗിക്കാം. ജസ്റ്റിസ് എന്നുള്ള പദം അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവനീതി എന്നുള്ള അർത്ഥത്തിലാണ്, റൈറ്റ്യസ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നതെന്നറിയാം, അവർക്ക് ദൈവരാജ്യം ലഭിക്കും. സോ എ കിങ്ഡം ഫോർ എ പെർസിക്യൂട്ടഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. If you are persecuted for righteousness sake, you will receive kingdom. ഇതാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10ാം വാക്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അറിഞ്ഞ നിമിത്തം പീഡിപ്പിക്കപ്പെട്ടവരുടെ പിൻതലമുറകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. നീതി നിമിത്തം പീഡിക്കപ്പെട്ടു. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ ഒക്കെ നീതി നിമിത്തം പീഡിപ്പിക്കപ്പെട്ടു. എത്രയോ കഥകൾ സമയമുണ്ടെങ്കിൽ പറയാൻ നമുക്കുണ്ടായിരുന്നു. എത്രയോ സാക്ഷ്യങ്ങളുടെ എൻ്റെ ഓർമ്മയിൽ ഓടി വരുന്നുണ്ട്. പക്ഷേ പറയാൻ സമയമില്ല. പെന്തക്കോസ് വിശ്വാസം ആദ്യമായിട്ട് സ്വീകരിച്ച നമ്മുടെ അമ്മച്ചിമാർ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എന്തെല്ലാം കഷ്ടതകളിലൂടെ കടന്നുപോയി, എന്തെല്ലാം നഷ്ടങ്ങൾ അവർക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെങ്കിൽ അവിടെ കർത്താവ് 2000 കൊല്ലം മുമ്പേ ഒരു വാഗ്ദത്തം അവർക്ക് കൊടുത്തു. അങ്ങനെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാ. ഹല്ലേലൂയ. അവരുടെ തലമുറകളെല്ലാം ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഭാഗവാക്കുകളായിരിക്കുന്നത്. അമേരിക്കയിൽ വന്നിരിക്കുന്നവരെ തന്നെ നോക്കിയേ. ഞങ്ങൾ ന്യൂയോർക്കിലാണല്ലോ താമസിക്കുന്നത്. 80കളിലൊക്കെ എയർ ഇന്ത്യ വന്നിറങ്ങുമ്പോൾ 5th പ്രിഫറൻസിൽ ഇങ്ങോട്ട് വന്നിറങ്ങുന്നത് 40 പേര്, 50 പേര്, 60 പേരൊക്കെയാണ് ഒന്നിച്ച് വന്ന് ഓരോ പെന്തക്കോസ് കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ന്യൂയോർക്കിലോട്ട് വന്നിറങ്ങുന്നത്. കാരണം എന്താണെന്നറിയാമോ? 2000 കൊല്ലം മുമ്പേ കർത്താവ് വാഗ്ദത്തം ചെയ്തു, നീതി നിമിത്തം നിങ്ങൾ തൽക്കാലത്തേക്ക് ഉപദ്രവിക്കപ്പെട്ടാലും ഭയപ്പെടേണ്ട, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാ. ആമേൻ. അവിടെ തലമുറകൾ ഇന്ന് അവർ നന്മ അനുഭവിക്കുക. അത് രണ്ടാമത് എൻ്റെ മനസ്സിൽ വന്നിട്ട് എന്നറിയാമോ? Their reward is here. ആ നിന്നയുടെ പ്രതിഫലം ഇവിടെ. ശ്രദ്ധിക്കും ഞാൻ പറയുന്നത്. നമ്മുടെ അപ്പച്ചന്മാർ, അമ്മച്ചിമാര് അനുഭവിച്ച നിന്നയുടെ പ്രതിഫലം സ്വർഗത്തിലല്ല. അങ്ങനെയല്ല കർത്താവ് ഇവിടെ പഠിപ്പിച്ചേക്കുന്നത്. ആ നിന്നയുടെ പ്രതിഫലം ഇവിടെ. അതുകൊണ്ട് ഇന്ന് അമേരിക്കയിൽ ന്യൂയോർക്കിലോ ഡാളസിലോ ഹൂസ്റ്റണിലോ ഓക്ലഹോമയിലോ വലിയ മണിമന്ദിരങ്ങളിൽ പാർക്കാൻ എന്തൊക്കെ വേണം ദൈവം നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. Because the reward for the persecution for righteousness' sake is here, right here in this world. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചുകൊണ്ട് അന്ന് അവർ നിന്ന് സഹിച്ചതുകൊണ്ട്, അന്ന് അവരത് വില കൊടുത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള നന്മകൾ അനുഭവിക്കുന്നതെന്ന് വിശ്വാസമുള്ളവരെല്ലാം കരങ്ങളുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നമ്മുടെ മാതാപിതാക്കളൊക്കെ എല്ലാ അക്രനാട്ടിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വേള അവർക്ക് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും കാണാൻ അവസരം കിട്ടിപ്പോലും കാണത്തില്ല. പക്ഷേ മറന്നു കളയാത്ത ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച് ആമേൻ നമ്മുടെ തലമുറയിലും നമ്മുടെ അനന്തര തലമുറകൾക്കും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിവിടെ തന്നെയാണ്, ഇവിടെ തന്നെ നന്മ തരും എന്നുറപ്പ് തന്നിട്ടുണ്ട്. കർത്താവ് ഇസ്രായേൽ ജനതയോട് പറഞ്ഞല്ലോ, വിഗ്രഹാരാധന എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയാലും, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയാലും ദൈവം പറഞ്ഞ് 4ാം തലമുറ വരെ ഞാൻ അവൻ്റെ അകൃത്യം അവനോട് ചോദിക്കും. എന്നാൽ എനിക്ക് വേണ്ടി ആരെങ്കിലും നിന്നാൽ 1000 തലമുറ വരെ.
ഞാനത് ഓർക്കും. ഹല്ലേലൂയ. 1000 തലമുറ വരെ ഞാനത് ഓർക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാതാപിതാക്കൾ കർത്താവിന് വേണ്ടി വില കൊടുത്തെങ്കിൽ, ആമേൻ, അവർ നിന്ദകൾ സഹിച്ച്, ആമേൻ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടുകൂടി നിന്നെങ്കിൽ അതിൻ്റെ നന്മകൾ ഇന്ന് നമ്മൾ അനുഭവിക്കും മാത്രമല്ല, നമ്മുടെ തലമുറകളും അനുഭവിക്കും. അതിൽ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വളരെ വേഗത്തിൽ പോട്ടെ. ചുരുക്കം മിനിറ്റുകളോട് മാത്രമേ എൻ്റെ മുമ്പിൽ ഇനിയുള്ളൂ. രണ്ടാമത് പറഞ്ഞേക്കുന്ന ഗ്രൂപ്പ് പെർസിക്യൂഷനിൽ കടന്നു പോകുന്ന 11-12 വാക്യങ്ങളിൽ, പെർസിക്യൂഷൻ ബിക്കോസ് ഓഫ് ഫോൾസ് അക്യൂസേഷൻസ്. സകല നിന്ദയും കളവായി പറയുന്നതുകൊണ്ടാകുന്ന പെർസിക്യൂഷൻ. ക്രിസ്ത്യാനിത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദിസ് ഹാസ് ബീൻ ദ പാറ്റേൺ ഫ്രം ദ ബിഗിനിങ്. നമുക്കറിയാമല്ലോ, ആദ്യമായിട്ട് ഫോൾസ് അക്യൂസേഷൻ കർത്താവ് കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞത് സ്തെഫാനോസിനെതിരായിട്ടാണ്. അവൻ പെർസിക്യൂഷൻ കൂടെ കടന്നു പോയിട്ട് വന്നോ, പീഡിപ്പിക്കപ്പെട്ടോ, അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 25-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, Jewish leaders from Jerusalem gathered around and made many serious accusations they could not prove. പൗലോസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എത്രയോ അക്യൂസേഷൻ നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ പൗലോസിന് അവസാനം സീസറെ ശരണം ചൊല്ലേണ്ടി വന്നതും അത് റോമിൽ പോയി രക്തസാക്ഷിയായിട്ട് മരിക്കേണ്ടി വന്നതൊക്കെ. തീർന്നില്ല. പിന്നീട് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ച്വറി പെർസിക്യൂഷൻ അഴിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫോൾസ് അക്യൂസേഷൻസാ. കർത്താവായ യേശു ക്രിസ്തു ഇതെൻ്റെ രക്തവും എൻ്റെ മാംസവുമാണ്, എന്നെ ഭക്ഷിക്കുന്നു, എന്നെ മൂലം ജീവിക്കുമെന്നൊക്കെയുള്ളതൊക്കെ 1-ാം നൂറ്റാണ്ടിലെ സഭാരാധനയിൽ ദൈവദാസന്മാർ എഴുന്നേറ്റ് പറയുമ്പോൾ അവരതിനെ മൈത്രേ എന്ന് പറയുന്ന റോമൻ കൾട്ടിൻ്റെ ആചാരങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനേക്കാട്ടിൽ വലിയൊരു കൾട്ട് ഇപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് റോമൻ സീസറിനോട് ചെന്ന് പരാതി പറയാൻ തക്കവണ്ണം തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ടാണ് വിശ്വാസികൾ 1-ാം നൂറ്റാണ്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് 4-ാം നൂറ്റാണ്ട് വരെ പീഡകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഫോൾസ് അക്യൂസേഷൻ ഈസ് ഓൾവേസ് എ പാർട്ട് ഓഫ് പെർസിക്യൂഷൻ. ഇന്നും നടക്കുന്ന അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിലെ പെർസിക്യൂഷൻ്റെ ചരിത്രം നിങ്ങളൊന്ന് നോക്കിക്കേ. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യു ക്യാൻ റീഡ് ദ പിക്ചർ ഓഫ് എ കമ്മ്യൂണിറ്റി going through persecution there. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണല്ലോ വായിക്കുന്നത്. സ്ത്രീകൾക്ക്, അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ഞാൻ വായിക്കുന്നൊരു കാരണമുണ്ട്, ശ്രദ്ധിക്കണേ ഈ വാക്യങ്ങൾ. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. പെർസിക്യൂട്ടഡ് കമ്മ്യൂണിറ്റിയാ. അവർ കടന്നുപോയ കഷ്ടതകളുടെ ചിത്രം എല്ലാം പറയുകയാണ്. None of them got a miraculous deliverance in their life. പക്ഷെ ഒരു കാര്യം കിട്ടി. They received a good testimony. They received a good testimony. Hallelujah. 2 മാസം മുമ്പേ PBS പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം, നിങ്ങൾ അത് വാച്ച് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഐ ഓൾവേസ് വാച്ച് ദാറ്റ് ചാനൽ ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. അപ്പോൾ അതിനകത്ത് ഒരു സൺഡേ ആഫ്റ്റർനൂണിൽ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഷോ കയറി വന്നു. വൈ ഡിഡ് ദ ഏർലി ക്രിസ്ത്യാനിറ്റി റൈസ് സോ ഫാസ്റ്റ് ഇൻ ദ റോമൻ എംപയർ. അപ്പോൾ ഒരുപാട് സ്കോളേഴ്സിനെ കൊണ്ടുവന്ന് അവരെ ചർച്ചകളിൽ പങ്കെടുപ്പിച്ചു. 3-4-5 മണിക്കൂറുണ്ടായിരുന്നു. ഞാൻ മെനക്കെട്ടിരുന്നത് മുഴുവൻ കണ്ടു. I wanted to know why Christianity became so prominent in the early Roman empire. ഒടുവിൽ അവർ കൊണ്ട് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവർ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. ഒന്ന്, they kept their word simple. വാക്ക് പറഞ്ഞ പാലിക്കുന്നവരായിരുന്നെന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ആദ്യം ലോകം കണ്ട ക്രിസ്ത്യാനികൾ. രണ്ടാമത്, they did not take bribes. റോമൻ ഗവൺമെൻറ്റുള്ള സകല ആളുകളും കൈക്കൂലി വാങ്ങിക്കുമ്പോൾ കൈക്കൂലി വാങ്ങിക്കാൻ നിഷേധിച്ച ഒരു കൂട്ടരായിരുന്നു ക്രിസ്ത്യാനികളെന്ന്. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? they rather die than betray their friend. അവരുടെ സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പകരം മരിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നൊരു വർഗമായിരുന്നു ഇവർ.
അവരെയാണ്, അങ്ങനെ ഒരു കൂട്ടരെയാണ് റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനികൾ കണ്ടത്. അതിനെ വളരെ വളരെ ചിന്തിപ്പിക്കുവാൻ തക്കണം ഇടയായിട്ട് തീർന്നു. ഇന്നത്തെ നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള നമ്മുടെ ചിത്രം എന്താണ്? ഇന്നത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ച്, ഇന്നത്തെ പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാരെക്കുറിച്ച് ലോകം പറഞ്ഞതിനെക്കുറിച്ചൊക്കെ പാസ്റ്റർ ജെയിംസ് ജോർജ് പറഞ്ഞല്ലോ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, എനിക്ക് സമയമില്ല. When I look at the history of Carolite Pentecost, I became a Pentecostal at the age of 8. So almost 60 years of Pentecostal experience I have in IPC. When I look at the community which I embraced, my family embraced, coming from a Marthoma and Jacobite background, the only treasure at that time we had was our collective testimony. നമ്മുടെ സാക്ഷ്യമായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ധനം. അതാണ് ഞാനോട് എംഫസൈസ് നിർത്താൻ പോകുന്നത്. ഏറ്റവും വലിയ നമ്മുടെ ധനമെന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യമായിരുന്നു. പെന്തക്കോസ്തുകാരായ ദൈവമക്കളെക്കുറിച്ച് ഒരു ചിത്രം ലോക ജനതയ്ക്കുണ്ടായിരുന്നു. ഇന്ന് ആ ചിത്രം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ കഷ്ടങ്ങളിലൂടെ പോയ ജീവൻ വെച്ചുകൊടുത്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്ന ഒരു കൂട്ടരെക്കുറിച്ച് ഒടുവിൽ പറഞ്ഞു നിർത്തിയത്, ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, ഈ ലോകത്തൊന്നും അവർക്ക് കിട്ടിയില്ല, അവർ മടങ്ങി വന്നില്ല, അവർക്ക് ഡെലിവറൻസ് കിട്ടിയില്ല, വിടുതൽ കിട്ടിയില്ല, അവർ കൊല്ലപ്പെട്ടു, അറക്കപ്പെട്ടു, ഈർച്ചവാർ അറക്കപ്പെട്ടു. പക്ഷെങ്കിൽ പോയപ്പോൾ ഒരു നല്ല സാക്ഷ്യമായിട്ട് അവർ പോയി. ലോകത്തിനെന്നും മനസ്സിലാകുന്ന ഒരു വിഷയമാണ് കേട്ടോ ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഈ വിഷയം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ചിന്തയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴും രണ്ട് കാര്യത്തിനെ അവിടെ പ്രസക്തിയുള്ളൂ. അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യം ഹേതുവായും വിജയിച്ചു. അവിടെ ചെന്ന് ആരുടെയും കണക്ക് ചോദിച്ചില്ല, സഭയുടെ വലിപ്പം ചോദിച്ചില്ല, വിശ്വാസികളുടെ എണ്ണം ചോദിച്ചില്ല, എത്ര അത്ഭുതം ചെയ്തെന്ന് ചോദിച്ചില്ല. രണ്ട് കാര്യം മാത്രമേ അവിടെ ചെല്ലുമ്പോൾ അതിന് പ്രസക്തിയുള്ളൂ. ഒന്ന്, നിന്നെ രക്ഷിച്ച യേശുവിൻ്റെ രക്തത്തിന് പ്രസക്തിയുണ്ട്. നിന്നെ സ്വർഗത്തിന് യോഗ്യനാക്കി തീർത്ത യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. രണ്ടാമത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗം കണക്കിടുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിൻ്റെ ഭൂമിയിലെ സാക്ഷ്യം. ഈ രണ്ട് കാര്യമേ ഉള്ളൂ. ലിസൺ, our mission, and holiness in our lives. ലോകത്തിൽ പെർസിക്യൂഷൻ വർദ്ധിക്കാൻ പോവുകയാണ്. ഡേവിഡ് ബാരറ്റ്, ഫൈനൽ സ്ലൈഡ്, ഡേവിഡ് ബാരറ്റ് ആൻഡ് ടോഡം ജോൺസൺ, അവർ രണ്ടുപേരും കൂടെ കൂടി ഇതിനെക്കുറിച്ചൊരു വലിയ പഠനം നടത്തിയിട്ട് AD 30 മുതൽ 2000 വരെ ഉള്ള പെർസിക്യൂഷൻ്റെ ചരിത്രം അവർ പഠിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 70 million Christians died as martyrs, 70 million Christians died as martyrs. 45 of them were killed in the 20th century. On the average, 105,000 Christians are dying every year as martyrs. അതുകൊണ്ട് ലോകം മാറുമ്പോൾ അതിൻ്റെ നടുവിൽ എന്തു ചെയ്യണം? നമ്മൾ എങ്ങനെ കർത്താവിന് വേണ്ടി ശോഭിക്കാൻ കഴിയും? എബ്രായലേഖനം നമ്മളോട് പറയുന്നു, ഹോൾഡ് ഓൺ, ഡോണ്ട് ഗിവ് അപ്പ്, ഹോൾഡ് ഓൺ. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, അടുത്ത തലമുറക്കാരനോട് പൗലോസ് പറഞ്ഞു, ഡു നോട്ട് ബി അഷെയിംഡ് ഓഫ് മൈ ചെയിൻസ്. You didn't see me with chains when I first came to you, but today I'm in chains. Do not be ashamed of my chains. Focus on why I am wearing these chains. പത്രോസ് നമ്മളോട് പറഞ്ഞു, be steadfast in your walk with the Lord. കാരണം എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസികളെ പോലെ ഈ ലോകത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടിയെന്ന് വരത്തില്ല, എന്നാൽ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാണ്. ആ പ്രത്യാശയോട് ജീവിക്കുന്ന എല്ലാവരും കരങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചായിട്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.